നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. എക്സാം സ്പെഷ്യൽ ടോപ്പ് മോസ്റ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ ഡിസ്കഷനാണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകൾ. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി നൽകിയ പേരുകൾ എന്താണ്? 3 പർവ്വതങ്ങൾക്ക് അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ് എന്നീ പേരുകളാണ് ഇന്ത്യ ഔദ്യോഗികമായി നൽകിയത്. അപ്പോൾ ഓർക്കുക, അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് കണ്ടെത്തിയത്. അങ്ങനെയും കൂടി കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലാണ് ഈ 3 പർവ്വതങ്ങൾ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. മസ്തിഷ്ക ആഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ അടുത്തിടെ ചെന്നൈയിൽ വികസിപ്പിച്ചു. ആ റോബോട്ടിന്റെ പേരാണ് പ്ലൂട്ടോ എന്നാൽ പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അപ്പോൾ റോബോട്ടിൻ്റെ പേര് ഓർക്കുക, പ്ലൂട്ടോ. എവിടെയാണ് വികസിപ്പിച്ചത്? ചെന്നൈയിലാണ് വികസിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? പർപ്പസ് എന്താണ്? മസ്തിഷ്ക ആഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടാണ് ഏത്? പ്ലൂട്ടോ. അടുത്ത ചോദ്യം, മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അത് ഏത് കമ്മിറ്റിയാണെന്ന് കഴിഞ്ഞൊരു എക്സാമിന് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ്. അപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിച്ച വർഷം ഏതാണെന്ന് ഓർക്കുക, 2017. 2017 ഹേമ കമ്മിറ്റി രൂപവത്കരിച്ചത്. ഈ ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, കേരള ഹൈക്കോടതി മുൻ ജഡ്ജി കെ ഹേമയായിരുന്നു അധ്യക്ഷ. കൂടാതെ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥയായ KB വത്സലകുമാരി എന്നിവരായിരുന്നു അംഗങ്ങൾ. അപ്പോൾ കെ ഹേമ, ശാരദ, വത്സലകുമാരി ഇവരായിരുന്നു. ഇനി കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാണ്? 2024 ഓഗസ്റ്റ് 19 റിപ്പോർട്ടിന്റെ പകർപ്പ് എന്ത് ചെയ്തത്? പുറത്തുവിട്ടത്. അപ്പോൾ 2024 ഓഗസ്റ്റ് 19 വ്യക്തികളുടെ മൊഴികളും സ്വകാര്യതയും സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ടിന്റെ 233 പേജുകൾ പുറത്തുവിട്ടത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത്? 2017 മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന 10th പ്രിലിംസ് 2024-25 പ്രിലിംസ് ഒൺലി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രിലിംസ് ആൻഡ് മെയിൻസ് വേണ്ടവർക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആയിട്ടും ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫീസിന് വൻപൻ ഡിസ്കൗണ്ട് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK, അതുപോലെ പ്രിലിംസിന്റെ മോഡൽ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. വിത്ത് സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വർഷം വിളിക്കാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബാച്ച് കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. എല്ലാം കൂടെ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ധീരജ് സിംഗ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറുടെ പേരെന്താണ്? ധീരജ് സിംഗ്. അടുത്ത ചോദ്യം, UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? പർവ്വതനേനി ഹരീഷ് ആണ്. ആര് വിരമിച്ച ഒഴിവിലാണ് നിയമനം? രുചിര കമ്പോജ് വിരമിച്ച ഒഴിവിലാണ് പർവ്വതനേനി ഹരീഷ് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത്. പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ജനീവ. ഇപ്പോൾ UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് പർവ്വതനേനി ഹരീഷ് ആണ്. രുചിര കമ്പോജ് വിരമിച്ച ഒഴിവിലാണ്. ഇന്ത്യയുടെ എത്രാമത്തെ സ്ഥിരം പ്രതിനിധിയാണ്? 24ാമത്തെ സ്ഥിരം പ്രതിനിധിയാണ് പർവ്വതനേനി ഹരീഷ്. അടുത്ത ചോദ്യം, പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കൾ ആയത് ആര്?
കൊല്ലം സെയിലേഴ്സ് ആണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കൾ ആയത്. അടുത്തൊരു പദ്ധതിയാണ് വയോമധുരം എന്ന പദ്ധതി. വയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. മധുരം പ്രമേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വയോജനങ്ങൾക്ക് പ്രമേഹ പരിഹാരാർത്ഥം സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് വയോമധുരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ചോദ്യം: ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് നൽകിയ പേരുകൾ എന്തൊക്കെ? അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പതരു റിഡ്ജ്. പ്ലൂട്ടോ എന്ന റോബോട്ടിനെ ചെന്നൈയിൽ വികസിപ്പിച്ചു. പ്ലഗ് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ഹാൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. എന്താണ് ഇതിന്റെ പർപ്പസ്? മസ്തിഷ്ക ആഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടാണ്. 2017 ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായുള്ള കമ്മിറ്റി രൂപീകരിച്ചത് മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി. 2024 ഓഗസ്റ്റ് 19 റിപ്പോർട്ടിന്റെ 233 പേജുകൾ പുറത്തുവിട്ടത്. ഈ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ജസ്റ്റിസ് കെ ഹേമ, നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥയായ KB വത്സല. പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടർ ആരാണ്? ധീരജ് സിംഗ് ആണ്. ധീരജ് സിംഗ്. പർവ്വതനേനി ഹരീഷ് UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായി. 24ാമത്തെ സ്ഥിരം പ്രതിനിധിയാണ്. കൊല്ലം സെയിലേഴ്സ് ആണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ജേതാക്കളായത്. വയോമധുരം എന്ന പദ്ധതി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. എന്തിനു വേണ്ടി? വയോജനങ്ങൾക്ക് പ്രമേഹ പരിഹാരാർത്ഥം. അടുത്ത ചോദ്യം: സുപ്രീം കോടതിയുടെ പുതിയ പതാകയിൽ എന്തെല്ലാമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? നീല നിറത്തിലുള്ള പതാകയാണ്. 3 കാര്യങ്ങളാണ് അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. അശോക ചക്രം, സുപ്രീം കോടതിയുടെ കെട്ടിടം, ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം. അപ്പൊ അശോക ചക്രം ആലേഖനം ചെയ്തിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ കെട്ടിടം ആലേഖനം ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഫ്ലാഗിന്റെ കളറ് നീല കളറാണ്. അടുത്തത് ഒരു പോർട്ടലാണ് ഷോപ്പി എന്ന് പറയുമ്പോൾ തന്നെ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ടൊരു പോർട്ടലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയ കേരളത്തിന്റെ കൊമേഴ്സ് പോർട്ടലാണ് ഏത്? ഷോപ്പി. കൊമേഴ്സ് പോർട്ടലാണ് ഷോപ്പി. കേരളത്തിൻ്റെതായതുകൊണ്ട് KS ചിത്രയ്ക്ക് ഒരു പുരസ്കാരം അടുത്തിടെ ലഭിച്ചു. മധ്യപ്രദേശ് സർക്കാരിന്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? KS ചിത്രയ്ക്കാണ് ലഭിച്ചത്. അപ്പോൾ നൽകുന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായിക ആരാണെന്ന് ചോദിച്ചാൽ KS ചിത്ര. 2022 ആർക്കാ ലഭിച്ചത്? ഉത്തം സിംഗിനാണ് ലഭിച്ചത്. 2022 ഉത്തം സിംഗിനാണ് ലഭിച്ചത്. അടുത്തത് ഒരു സംയുക്ത സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി? ഇന്ത്യയും ഇന്ത്യയുടെ മിത്രമായ ശ്രീലങ്ക. ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം ശ്രീലങ്ക. ഇന്ത്യയും ശ്രീലങ്കയും. മിത്രശക്തി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജയ് ഷായാണ് ICCയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. കർഷകോത്തമ പുരസ്കാരം മികച്ച കർഷകന് കൃഷി വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ. അത് അടുത്തിടെ ലഭിച്ചത് ആർക്കാണ്? CD രവീന്ദ്രൻ നായർക്കാണ്. CD രവീന്ദ്രൻ നായർ. അടുത്ത ചോദ്യം: SBIയുടെ പുതിയ ചെയർമാനായി അടുത്തിടെ ചുമതലയേറ്റത് CS സെട്ടിയാണ്. SBIയുടെ പുതിയ ചെയർമാൻ ആരാണ്? CS സെട്ടി. മോഹൻലാലിനാണ് ശ്രീകുമാരൻ തമ്പി പുരസ്കാരം അടുത്തിടെ ലഭിച്ചത്. അപ്പൊ ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരത്തിന് അർഹനായത് ആര്? പ്രതീക്ഷിത ചോദ്യമാണ്. മോഹൻലാൽ ആണ്. മോഹൻലാൽ. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം.
ചോദ്യം, സുപ്രീം കോടതിയുടെ പുതിയ പതാകയിലുള്ള ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തെല്ലാമാണ്? നീല നിറത്തിലുള്ള പതാകയാണ്, അശോക ചക്രം, സുപ്രീം കോടതി കെട്ടിടം, ഇന്ത്യൻ ഭരണഘടനയുടെ പുസ്തകം എന്നിവയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. K-Shopee എന്നത് കേരളത്തിന്റെ ഇ-കൊമേഴ്സ് പോർട്ടലാണെന്ന് ഓർക്കുക. KS ചിത്ര 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ മലയാളി ഗായികയാണ്. 2022 ആർക്കാ ലഭിച്ചത്? ഉത്തം സിംഗിനാണ് ലഭിച്ചത്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ജയ് ഷായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. CD രവീന്ദ്രൻ നായർക്കാണ് കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത്. മികച്ച കർഷകന് കൃഷി വകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് ഇത്, കർഷകോത്തമ. CS സെട്ടിയാണ് SBIയുടെ പുതിയ ചെയർമാൻ. മോഹൻലാലിനാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ടവയാണ് എല്ലാം. നോക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.